സാങ്ച്വറി ഓഫ് ട്രൂത്ത് മ്യൂസിയത്തിലേക്ക് ടിക്കറ്റ് എടുത്തു. ടിക്കറ്റിന് പുറമെ കയ്യിലൊരു ബാൻഡ് കൂടെ കെട്ടി തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ വഴി പോകാനാണ് പറഞ്ഞത്. ടിക്കറ്റ് ഒന്നിന് 500 ബാത്താണ്, അതായത് ഏകദേശം 1200 രൂപ വരും. ഇത് കുതിരയെ ഓടിക്കാനുള്ള ഗ്രൗണ്ടാണ് കേട്ടോ. മണി ഹേസ്റ്റ് സീരീസിൻ്റെ സീസൺ 3 എപ്പിസോഡ് 1 കുറച്ച് ഭാഗങ്ങൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കാണാം. ജീവിതത്തിലെ 7 സത്യങ്ങളാണ് ഇവിടെ മ്യൂസിയത്തിൽ കൊത്തിവെച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ആരാണ്, എവിടെ നിന്ന് വന്നു, എങ്ങനെയാണ് നമ്മൾ ഇവിടെ നിലനിൽക്കുന്നത്, എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതെന്താണെന്നൊന്ന് നോക്കാം. ടിക്കറ്റ് കൗണ്ടറിനോട് ചേർന്ന് ഇവിടെയുള്ള ഓരോ ട്രൂത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ശില്പങ്ങളുടെ അടുത്ത് നിന്ന് എങ്ങനെ ഫോട്ടോസ് എടുക്കാം എന്ന ഐഡിയ തരുന്നൊരു ആൽബം കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുത്തില്ല, ഐ എം ദ സോറി. ഇവിടെ എല്ലാ ദിവസവും രാവിലെ 8 മുതൽ വൈകുന്നേരം 7:30 വരെ തുറക്കുമെന്ന് പറഞ്ഞത്. കൂടാതെ 5 മണി കഴിഞ്ഞാൽ പിന്നെ അകത്തേക്ക് കയറുന്നത് ഫ്രീ ആണെന്നാണ് അറിഞ്ഞത്. പക്ഷെ മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റുമെന്ന് സംശയമുണ്ട്. നമുക്കൊരു ടൂർ ഗൈഡ് കൂടെ ഉണ്ടാകും. അവർ നമുക്ക് ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരും. ടൂർ തരുന്നതിന് പ്രത്യേകം ടൈമുണ്ട്. ഈ ടൂർ തുടങ്ങുന്ന ടൈം ആകുമ്പോഴേക്കും നിങ്ങൾ ടൂർ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തണം. 5-6 ഭാഷകളിലെ ടൂറുണ്ട്. ഇംഗ്ലീഷ് ടൂർ വരുന്നത് രാവിലെ 9:10, 10:10, 10:40, 11:20, 11:40, ഉച്ചയ്ക്ക് 12:10, 12:40, 1:10, 1:40, 2:20, 2:40, 3:10, 3:40, വൈകുന്നേരം 4:20, 5 എന്നിങ്ങനെ സമയങ്ങളിലാണ്. കൂടാതെ ഇവരുടെ വെബ്സൈറ്റിൽ ഫ്രീ ടൂർ രാത്രി 6:30-നും 7:30-നും ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ ടൂർ കോർഡിനേറ്റർ മൂമുവിനോട് ചോദിച്ചപ്പോൾ 5 മണി കഴിഞ്ഞാൽ ഗൈഡിനെ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞത്. അഞ്ച് മണിക്കാണ് ഞങ്ങൾക്ക് കയറേണ്ടത്. ഇപ്പോൾ 4:47 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 10-13 മിനിറ്റ് ബാക്കിയുണ്ട്. ഈ കോമ്പൗണ്ടിൽ മ്യൂസിയം കൂടാതെ എന്തൊക്കെയുണ്ടെന്ന് ഒന്ന് പെട്ടെന്ന് പറയാം. ചെറിയൊരു സൂ ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കുതിര ഉണ്ട് ഓടിക്കാൻ. കൂടാതെ ആനസവാരി, ഒരു വഞ്ചിയുണ്ട് ഇതിനകത്ത് ചെറിയൊരു തടാകത്തിലൂടെ പോകാൻ. പിന്നെ മസാജ്, അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അവസാനമായി തായ് ട്രഡീഷണൽ ഡ്രസ്സ് ചെയ്യിച്ച് തരുന്നൊരു സ്ഥലം കൂടിയുണ്ട്. അവിടെ തന്നെ സ്റ്റുഡിയോയും ഉണ്ട്. അതുകൊണ്ട് ആ ഡ്രസ്സിൽ തന്നെ ഫോട്ടോയും കൊടുക്കാം. ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ആ കടയുടെ ബാക്ക്ഗ്രൗണ്ടിൽ സാങ്ച്വറി ഓഫ് ട്രൂത്ത് കാണാം. ആ കാണുന്നതാണ് മ്യൂസിയം. മ്യൂസിയം മൊത്തം മരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് മരം കൂട്ടി യോജിപ്പിക്കുന്നത് എന്നൊക്കെ വഴിയെ കാണാം. ആയിരത്തി 1981 പണി തുടങ്ങിയ ഒരു മ്യൂസിയമാണിത്. ഇതിൻ്റെ പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. മ്യൂസിയത്തിൻ്റെ ഏറ്റവും മുകളിൽ 5 ശില്പങ്ങളാണുള്ളത്. 1, താമരയേന്തിയ ആൾ, നല്ല കാര്യം ചെയ്യുക, സമാധാനം കൊണ്ടുവരിക എന്നർത്ഥമാകുന്നു. 2, വേദഗ്രന്ഥം ഏന്തിയ സ്ത്രീ, നമ്മൾ ആരാണ്, എവിടെ നിന്ന് വന്നു എന്നുള്ള കാര്യങ്ങൾ പഴയ കാലങ്ങളിൽ നിന്ന് പഠിക്കണം എന്ന് ഓർമ്മപ്പെടുത്താൻ. 3, ഒരു കുട്ടിയെയും വൃദ്ധനെയും പിടിച്ചു നിൽക്കുന്ന ആൾ, എല്ലാവരോടും മഹാമനസ്കത വേണം എന്ന് ഓർമ്മപ്പെടുത്താൻ. 4, തോളിൽ ഒരു കിളിയും കയ്യിൽ നെൽക്കതിരുമായി നിൽക്കുന്ന ഒരു സ്ത്രീ, സമാധാനം ഓരോരുത്തരിൽ നിന്ന് തുടങ്ങുന്നു എന്ന് കാണിക്കാൻ. 5, കയ്യിൽ ഒരു പൂവും ഒരു പ്രാവുമായി കുതിരപ്പുറത്ത് പോകുന്ന മാലാഖ. നേരത്തെ പറഞ്ഞ 4 കാര്യങ്ങളും ഓരോരുത്തർക്കും വേണം എന്ന് പറഞ്ഞുതരാം.
താഴെ ഇവിടെ മരം എങ്ങനെയാണ് കൂട്ടി യോജിപ്പിക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട്. അത് ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അഞ്ച് മണിയായി, ഞങ്ങൾ ടൂർ ഗ്രൂപ്പിൽ ചേരുകയാണ്. പോകുന്ന വഴിക്ക് ചെറിയ അരുവികളൊക്കെ ഉണ്ട്. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഹെൽമെറ്റ് വെച്ചാണ് അകത്തേക്ക് കയറുന്നത്. നമ്മുടെ ഗൈഡ് എന്താണ് പറയുന്നത് ഞാൻ കുറച്ചൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം. ഗൈഡിൻ്റെ പേര് ഓൺ എന്നാണ് കേട്ടോ. ഓൺ ഓഫിൻ്റെ ഓൺ. 25 മിനിറ്റാണ് മൊത്തം ടൂറിൻ്റെ സമയം. അത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എവിടെ വേണമെങ്കിലും നടക്കാം. മരത്തിൽ കൊത്തുപണി ചെയ്യുന്ന സ്ഥലത്തേക്കാണ് അടുത്തത് നമ്മൾ പോകുന്നത്. ഹെൽമെറ്റ് തന്നിരിക്കുന്നത് മ്യൂസിയത്തിൻ്റെ പണി നടക്കുന്നതുകൊണ്ടാണ്. എന്തെങ്കിലും താഴത്തേക്ക് വീണാലോ, അതുകൊണ്ടാണ് കേട്ടോ. വുഡ് കാർവിംഗ് ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന ശില്പങ്ങൾ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ വെക്കാനുള്ളതാണ്. ഇതാണ് മ്യൂസിയത്തിൻ്റെ ലേ ഔട്ട്. ഉടനെ തന്നെ മരം എങ്ങനെയാണ് കൂട്ടി യോജിപ്പിക്കുന്നതെന്ന് പറഞ്ഞു തരാമെന്നാണ് പുള്ളി പറഞ്ഞത്. അതിനു മുന്നേ എന്തിനാണ് മ്യൂസിയം കടൽ തീരത്ത് പണിതത് എന്നാണ് പറയുന്നത്. കടൽ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ശാന്തമാകും, അതാണ് ഒരു കാരണം. വേറൊരു കാരണം, ചൈനയിലെ ഫെങ് ഷുയി എന്നൊരു വിശ്വാസമുണ്ട്. അതിൽ പറയുന്നത് ഒരു വീട് വയ്ക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ വെള്ളവും പുറകിൽ മലയും വേണമെന്നാണ്. മല സംരക്ഷണത്തിന് സൂചിപ്പിക്കുന്നു, വെള്ളം സമ്പത്തിനും സമൃദ്ധിയും സൂചിപ്പിക്കുന്നു. മ്യൂസിയം പണിയാനായി പലതരത്തിലുള്ള മരങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ അയൺ വുഡ്, റെഡ് വുഡ്, മഹാഗണി എന്നിവയുമുണ്ട്. ഇതൊരു ക്ഷേത്രമല്ല, ഇതൊരു കണ്ടംപററി മ്യൂസിയമാണ്. ഇനി മരങ്ങൾ കൂട്ടി യോജിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. There's many kinds of wood joint technique that I want to show you. The first one, the curve shape like this. Alright, see? Alright, see? This is how to make a balcony or column. Next, it's carrying pole. How to lock pole or pillar together like this. Alright, see? Next, tongue and groove. How to lock floor together. See? Alright, next, long dovetail. How to make wall like this, all right, and decorate them from the front. Then if you see some nails into the museum, that means just temporary fix. Why? Because we need time to let wood lock together for many months, and we use nail to fix them temporary only. When wood lock completely, remove nail after. And if we need to use nail, we don't use metal nail, we use wood pin like this. All right, then museum is designed as Tataramuk or four house in four direction, just like four wings, and is inspired by ancient royal palace called Pratinang Sanpet Prasad in Ayutthaya era. Traditional style of the artwork from any style, Thai, Cambodian, Indian, Chinese, and so on. And right now, everyone, let's move on to the museum together. Let's go. All right, this is for everyone. Let's move on. All right, so maybe.
ഇനി മ്യൂസിയത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം. ഇവിടെ 2 നിറത്തിലുള്ള മരം കാണാം. ബ്രൗൺ കളറും പിന്നെ ബ്ലാക്ക് ഗ്രേ പോലത്തെ കളറും. ബ്രൗൺ പുതിയ മരമാണ്, ഗ്രേ കാണുന്നത് പഴയതും. ഒന്നും കാലാകാലങ്ങളിൽ നിൽക്കില്ല എന്ന് കാണിച്ചു തരാനാണ് ഇതൊക്കെ പെയിന്റ് അടിക്കാതെ പുതിയതുപോലെ ആക്കാത്തത് എന്നാണ് പുള്ളി പറയുന്നത്. മ്യൂസിയത്തിനെ പറ്റിയും 7 സത്യങ്ങളെ പറ്റിയും വളരെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത എപ്പിസോഡ് കേൾക്കാട്ടോ. ഈ വീഡിയോയിൽ മ്യൂസിയത്തിന്റെ പുറത്തുള്ള കാര്യങ്ങൾ കാണിച്ചു തരാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ അല്ലേ? ഇവിടെ ബോട്ടിംഗ് ഉണ്ടെന്നൊക്കെ എഴുതിയിട്ടുണ്ട് ആ സൈഡിൽ. ഇത് വരേണ്ട ആവശ്യമില്ല, ഇനി പെടേണ്ട ആവശ്യമില്ല കൂടുതൽ. ഓക്കെ അങ്ങാ സൈഡിലേക്ക് പോയി നോക്കണ്ടോ? ഇല്ല, ആ സൈഡിൽ കൂടെ നമ്മൾ അറ്റ് കയറി. ഇതാണ് ഇവിടുത്തെ റോയിങ് ബോട്ടിൻ്റെ സ്ഥലം. രാത്രി ആയതുകൊണ്ട് തന്നെ ഇവിടെ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ അടച്ചിട്ടുണ്ട്. ഇവിടെയാണ് തായ് കോസ്റ്റ്യൂം ഉടുപ്പിക്കുന്നത്. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ നിന്ന് ഇറങ്ങി നേരെ അൽക്കസാർ ഷോയ്ക്കാണ് പോകുന്നത്. ബൈ ദ ബൈ, നമ്മുടെ ഓൺ പറഞ്ഞത് രാമ ഇസ് ദി ഗോഡ് ഓഫ് ക്രിയേഷൻ എന്നാണ്. ഇവിടുത്തെ വിശ്വാസം എങ്ങനെയാണോന്ന് അറിയില്ല. ഇവിടെ ഒരു റെസ്റ്റിംഗ് പോയിന്റ് ഉണ്ട്, ഒന്ന് പോയി നോക്കാം.
പ്രധാന കാര്യം പറയാൻ മറന്നുപോയി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാമോ? കൂടാതെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹെൽമെറ്റ് കൊടുത്തു, ഇനി മുകളിലേക്ക് കയറുകയാണ്.